ഹായ് ഫ്രണ്ട്സ്, ഞാനും ഹസ്ബൻഡും കൂടി ഇന്ന് ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ചെന്ന് കയറിയ ഉടനെ തന്നെ ഹസ്ബൻഡും സുഹൃത്തും കൂടി വിശേഷം പറച്ചിൽ ആരംഭിച്ചു. രണ്ടാളും തമ്മിലുള്ളത് 17-ാം വയസ്സിൽ തുടങ്ങിയ സൗഹൃദമാണ്. ആളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് 10 വീടുകൾ അവിടെ കയറി ഇറങ്ങിയ ശേഷമാണ് ഞങ്ങൾ തിരികെ പോരുക. അത്ര ആത്മബന്ധമാണ് ആ വീടുമായിട്ട് ഞങ്ങൾക്കുള്ളത്. ഇത് നൈസി. ഞങ്ങളൊരു സ്കൂളിലാണ് പഠിച്ചത്. ഹസ്ബൻഡിൻ്റെ സുഹൃത്ത് പ്രസന്നൻ്റെ സഹോദരൻ സൈനുവിൻ്റെ ഭാര്യയാണ്. ഇപ്പോൾ നൈസിയുടെ വീട്ടിലാണ്. എല്ലാവരും ഞങ്ങൾ വന്നപ്പോൾ ഒത്തുകൂടിയിട്ടുണ്ട്. ഉപാധികളില്ലാത്ത സ്നേഹം, അതാണിവിടെ. ഇന്ന് അവിടേക്ക് ഞാൻ തിടുക്കത്തിൽ പോകാൻ തയ്യാറായത് പഠനത്തിന് പോയ പ്രസന്നൻ്റെ ഇളയ മകൾ അവധിക്ക് നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ്. പെൺമക്കൾ ഇല്ലാത്തതുകൊണ്ടോ അവളുടെ കളങ്കമില്ലാത്ത സ്നേഹം കൊണ്ടോ എന്തോ എന്നറിയില്ല, എൻ്റെ ചങ്കിനുള്ളിൽ അവൾക്ക് നല്ലൊരിടമുണ്ട്. ഞങ്ങൾക്കായി വിളമ്പിയ പലഹാരം ഭാര്യ ഉണ്ടാക്കിയതാണെന്ന് സൈനു നൈസിയെ പൊക്കിക്കൊണ്ട് നല്ലൊരു തള്ളു തള്ളി. കടയിൽ നിന്ന് വാങ്ങിയതേ, ചുമ്മാ പറഞ്ഞേക്കുക. നമുക്ക് ആങ്ങളമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സ്നേഹമൊക്കെ നന്നായിട്ട് ആസ്വദിക്കും. കൂട്ടത്തിലെ ഏറ്റവും ഇളയാളുടെ ഭാര്യയാണ് കേട്ടോ ഇത്, ആശക്കുട്ടി. ആശക്കുട്ടിയുടെ മോള് ഇന്ന് പോവണ്ടെന്നും പറഞ്ഞ് ഒരു മുറിയൊക്കെ വാഗ്ദാനം ചെയ്ത് അടുത്ത് കൂടിയിട്ടുണ്ട്. ആളുടെ വക 1-2 ഡാൻസൊക്കെ എന്നെ ചെയ്ത് കാണിച്ചു. ചേച്ചിമാരുടെ യൂട്യൂബ് ചാനലും കക്ഷി നിറസാന്നിധ്യമാണ്. ഇവളോടൊപ്പം സമയം ചിലവഴിച്ചു വന്നപ്പോൾ പ്രസന്നൻ്റെ ഇളയ മകളോടൊപ്പം അധിക സമയം ചിലവഴിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ആളുടെ മാമൻ്റെ മക്കൾ എത്തിയിരുന്നതുകൊണ്ട്, പാർക്കുട്ടിയും ഏട്ടനും എത്തിയിരുന്നതുകൊണ്ട് പുള്ളിക്കാരിയും ബിസിയായിരുന്നു. പ്രസന്നൻ്റെ ഏട്ടന്മാർക്കും അനിയന്മാർക്കും ഒക്കെ ചീന വലകളുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ അത് രാത്രിയായപ്പോൾ ഒരു 9 മണി കഴിഞ്ഞപ്പോൾ വലിച്ചു. അതിൽ നിന്നുള്ള ഫ്രഷ് മത്സ്യങ്ങൾ ഏറെ സമയമെടുത്ത് തരം തിരിച്ച് ഞങ്ങൾക്ക് തന്നുവിട്ടു. കായലിലെ ചെമ്മീനും പൊടിമീനുമായിരുന്നു. വിഷാംശമില്ലാത്ത ഫ്രഷ് മത്സ്യം കിട്ടുക അതെന്തു ഭാഗ്യ. ഇത് കിട്ടി കേട്ടോ. കുറേ സമയമെടുത്തു അത് തിരിഞ്ഞെടുക്കാൻ, കാരണം അത് തീരെ ചെറുതായിരുന്നു. പിന്നെ പ്രസിഡൻ്റെ അമ്മയെയും കാണാൻ പോയി. അമ്മയെ കണ്ടിട്ട് കുറേ നാളായിരുന്നു. അമ്മ നന്നായി ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. കിടപ്പാണ്. ആളെ കണ്ടപ്പോൾ വിഷമം തോന്നി, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. ഇതാണ് സൈനു, നൈസിയുടെ ഹസ്ബൻഡ്. ചീനവലയൊക്കെ വലിച്ച് ക്ഷീണിതനായി വന്ന് കുത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ചങ്കുമകൾ കുഞ്ഞാവ. ചുമ്മാ ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞ വീഡിയോ ആണെന്നവർക്ക് മനസ്സിലായിട്ടില്ല. ആൻറ്റീന്ന് വിളിച്ചുകൊണ്ട് ഓളുടെ കിലുകില നിർത്താതെയുള്ള സംസാരം എത്ര കേട്ടാലും മതിവരില്ല. കിട്ടിയ ചെമ്മീനുകളിൽ വലുതും ജീവനുള്ളതും നിങ്ങളെ ചുമ്മാ ഒന്ന് എടുത്ത് കാണിച്ചതാ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കല്ലേ.